ഹലോ, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ ഈ അപ്പൂസിനെ ഇങ്ങനെ റെഡിയാക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണെന്നൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഭയങ്കര വെളുപ്പിനൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കുറേശ്ശെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇരുട്ടൊക്കെ മാറിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ ഒരു ആനയെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും, ഞാനും അപ്പൂസും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അരനേട്ടനാണെങ്കിൽ നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ എപ്പോൾ കഴിക്കാൻ പോയാലും മസാല ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. എന്താണ് കാര്യമൊന്നും അറിയത്തില്ല. അപ്പൂസാണെങ്കിൽ എൻ്റെ മസാല ദോശ വളരെ ബിഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ വിടർത്തിയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അടുത്ത് പോയത് ഒരു പേ ആൻഡ് പാർക്കിലേക്കാണ് കേട്ടോ. ഇത് TTH ഹോം സ്റ്റേ പ്ലസ് പേ ആൻഡ് പാർക്കാണ് കേട്ടോ. അവിടെ ഞങ്ങളുടെ കാറൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം ഞാൻ ഓർത്തത് എൻ്റെ ട്രൈപോഡ് പാക്ക് ചെയ്തില്ല എന്നുള്ളത്. പിന്നെ ട്രൈപോഡൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസും എല്ലാം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ. അപ്പൂസാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാനും അവിടെ എത്താനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും 3 പേരും കൂടെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. ബസ്സിൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പം ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് എന്തോ ഒരു ഇച്ചിരി ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അപ്പോസിനും അടുത്തടുത്തൊക്കെ സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തൊക്കെ തന്നു കേട്ടോ. പിന്നെ അരുണേട്ടനാണെങ്കിൽ കുറച്ചപ്പത്തേക്ക് മാറിയിട്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൂസാണെങ്കിൽ ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് ഈ ഓർബിറ്റ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്ലൈറ്റ് മൂവ് ആയതും ഞാൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി നടന്ന് വരികയാണ്. അപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ അഗത്തിയിലാണ്. അപ്പോൾ എവിടുത്തെ എയർപോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എയർപോർട്ടാണ്. ഒരു ചെറിയ എയർപോർട്ട് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാനായിട്ടുള്ള പെർമിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയൊക്കെ വേണം. എന്നാലേ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പെർമിറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങുവാണ്. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.